ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് UGC നെറ്റ് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. പല ആളുകൾക്കും ഡൗട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഹൈപ്പോത്തിസിസ് എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഈ നള്ളും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഇതൊക്കെ റിജക്ഷനും അക്സെപ്ഷനും ഏതൊക്കെ സിറ്റുവേഷനിലാണ്, അതിൻ്റെ റൂൾ ഓഫ് തമ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ട് അല്ലേ. അത് തന്നെയുമല്ല, നമുക്ക് ഈ പറയുന്ന എക്സാമിന് പല ഓപ്ഷൻസ് തരുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് തരുന്ന ഓപ്ഷൻ റിജക്റ്റഡ് ദ നൾ ഹൈപ്പോത്തിസിസ്ന്നോ അല്ലെങ്കിൽ ഫെയിൽഡ് ടു റിജക്റ്റ് അല്ലെങ്കിൽ ഫെയിൽഡ് ടു ആക്സെപ്റ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. ഏതാണ് നമ്മൾ ഡെസിഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ അത്തരത്തിലുള്ള കൺഫ്യൂഷൻ എല്ലാം മാറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ സ്റ്റെപ്സ് ഓഫ് റിസർച്ചിലെ 11 സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. ഈ 11 സ്റ്റെപ്സിലെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം നമ്മളുടെ മനസ്സിലുണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിൽ ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിറ്ററേച്ചർ സർവേ അതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്നു. ആ ലിറ്ററേച്ചർ സർവേയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേയധികം ഇൻഫോർമേഷൻസ് ഉണ്ട്. ആ ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ചില അസംഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ആ ഹൈപ്പോത്തിസിസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് ഹൈപ്പോത്തിസിസും നൾ ഹൈപ്പോത്തിസും ഉണ്ടാക്കുന്നത്. റിസർച്ച് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, എന്താണോ തിയറി പറഞ്ഞത് ആ തിയറിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അസംഷനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ വർക്കിംഗ് ഹൈപ്പോത്തിസിസിനോ അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തിസിസിനോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് വെക്കുന്നതാണ് നള്ള്. നൾ ഹൈപ്പോത്തിസിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഹൈപ്പോത്തിസുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ ഹൈപ്പോത്തിസിസ് ഈസ് ഡാഷ് എ സർട്ടൈൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫൈൻഡിങ്, എ പാർട്ട് ഓഫ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ, എ സ്ട്രാറ്റജി ഓഫ് ഇവാലുവേറ്റിംഗ് ഡാറ്റ, എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡിങ് ആൻ എക്സ്പ്ലനേഷൻ. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആൻസർ, റൈറ്റ് ആൻസർ നമ്മൾ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ റിസർച്ചർ ഫെയിൽസ് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. അതായത് റിസർച്ചർ എന്ത് ചെയ്തു, നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുന്നതിൽ ഫെയിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ഓൺ ഹിസ് ഓർ ഹെർ റിസർച്ച് വാട്ട് ഇംപ്ലിക്കേഷൻ വിൽ ഇറ്റ് ക്യാരി ഫോർ ഹിസ് ഹെർ പ്രിൻസിപ്പൽ റിസർച്ച് ഹൈപ്പോത്തിസിസ്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത്? അക്സെപ്റ്റ് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്, റിജക്റ്റിംഗ് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്, നോട്ട് ടേക്കിംഗ് എനി ഡെസിഷൻ ഓൺ ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്, ഇംപ്രൂവിംഗ് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തന്നെ പറ്റി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എപ്പോൾ തന്നെ കിട്ടും, നമ്മളുടെ വീഡിയോ ഇതിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ എന്താണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്നും എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നും അതുപോലെ തന്നെ ഓരോ സമയത്ത് നമ്മൾ എന്തൊക്കെ ഡെസിഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഇനി പറയുന്ന നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. സോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. ഒരു ഡെവലപ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സും ഹൈപ്പോത്തിസും നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. എ ഹൈപ്പോത്തിസിസ് ഈസ് എ അസംഷൻ. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അസംഷൻ ഓർ പെർഹാപ്സ് എ ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ. അതൊരു ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ് ഫോർ എ സ്പെസിഫിക് പ്രോസസ് ഓർ ഫിനോമിനൻ ദാറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഡ്യൂറിങ് ദ റിസർച്ച്. നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണ് ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്? അതായത് പ്രീവിയസ് ലിറ്ററേച്ചറുകളിൽ കിട്ടുന്ന ഇൻഫോർമേഷനിൽ നിന്നാണ് നമ്മൾ കിട്ടുന്ന ഹൈപ്പോത്തിസിസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെരി ഓഫൺ ഹൈപ്പോത്തിസിസ് ആൻഡ് എ ഗസ് ആർ ട്രീറ്റഡ് ദ സെയിം. However, a hypothesis is calculated and educated guess proven or disproven through research method. However, hypothesis is a calculated and educated guess. അതായത് എന്താണ്, അതൊരു കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് ആണ്. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? പ്രീവിയസ് ലിറ്ററേച്ചറിൽ പറഞ്ഞ തിയറിയിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് എന്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഗസ് പ്രൂവൺ ഓർ ഡിസ്പ്രൂവൺ. ആ അസംഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്പ്രൂവ് ചെയ്യാം ത്രൂ റിസർച്ച് മെത്തേഡ്. പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് മെത്തേഡിലൂടെ, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ നമ്മളുടെ അസംഷൻ, റിസർച്ച് ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യുകയോ ഡിസ്പ്രൂവ് ചെയ്യുകയോ ചെയ്യാം.
ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള ഉത്തരം നമുക്ക് വേണമെങ്കിൽ കിട്ടാം. അപ്പം നമുക്ക് പറയാം കോണ്ടക്സ്റ്റൽ ഡിഫറൻസ് കൊണ്ട് നമുക്ക് കിട്ടിയ ഉത്തരം ഡിഫറൻ്റ് ആണെന്നുള്ളത് പറയാം. സോ നമ്മളുടെ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു എന്നോ വിചാരിച്ചിട്ട് യാതൊരു പ്രോബ്ലം അല്ല. ഓക്കെ, സോ ഇതാണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്, എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്നുള്ളതിനെ കുറിച്ചുള്ളതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു ധാരണ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇതിനൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ റിസർച്ച് ഹൈപ്പോത്തിസിസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരാണ്, അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഉണ്ട്. അതൊരു ഡൗട്ടാണ്. അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് വരാൻ ഒരു കുട്ടികളെ സംബന്ധിച്ച്, അതായത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അതിൽ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ ഒരു ബിസിനസ്സിലേക്ക്, സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യം കൂടുതൽ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊന്ന് അറിയണം. സോ അതിനെക്കുറിച്ച് അറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പ്രീവിയസിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ച് വായിക്കും. അപ്പോൾ മുൻ കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെയ്ത ലിറ്ററേച്ചർ റിവ്യൂ എടുത്തു നോക്കുമ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പറയുന്നത് പുരുഷനാണ് കൂടുതൽ ബിസിനസ്സിലേക്ക് വരുന്നത്, സ്ത്രീ അല്ല കൂടുതൽ ബിസിനസ്സിലേക്ക് വരുന്നത് എന്നുള്ള ഒരു രാജ്യത്തെ സ്റ്റഡിയിൽ കണ്ടു. വേറൊരു കോണ്ടക്സ്റ്റിലെ സ്റ്റഡിയിൽ കാണാണ് കൂടുതൽ സ്ത്രീകളാണ് ബിസിനസ്സിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ എന്താണ് പുരുഷന്മാരല്ല എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ പണ്ട് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഒക്കെ എടുത്ത് പഴയ കാലത്തെ പ്രാചീന കാലഘട്ടങ്ങളിലുള്ള പഠനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ കച്ചവടം നടത്തിയതായിട്ട് കാണുന്നുണ്ട്, പുരുഷന്മാരൊക്കെ കൂടുതൽ കച്ചവടത്തിൽ സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റുള്ള സ്റ്റഡികളിൽ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷനും സ്ത്രീക്കും സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നതിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തിപ്പിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണുള്ളത്, അതുപോലെ തന്നെ വ്യത്യസ്തരാണ് എന്നുള്ളതാണ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ അസംഷൻ എന്തായിരിക്കും? അതായത് തിയറി പറയുന്നു പുരുഷനും സ്ത്രീക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ കച്ചവടത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുൻ കാലഘട്ടത്തിലുള്ള പഠനങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് മെയിലിന്റെ താല്പര്യം പോലെ ആയിരിക്കില്ല ഫീമെയിലിന്റെ, ഫീമെയിലിന്റെ താല്പര്യം പോലെ ആയിരിക്കില്ല മെയിലിന്റെ. അപ്പൊ എന്തായിരിക്കും അസംഷൻ? എന്താണ്? ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഓൺ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് എമംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ. അതായത് മെയിലിനും ഫീമെയിലിന്റെ ഇടയിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്തുണ്ട്? ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. അതായത് മെയിലിന്റെ അഭിപ്രായം പോലെയല്ല ഫീമെയിലിന്റെ അഭിപ്രായം എന്നുള്ള ഒരു അസംഷനിലേക്ക് എത്തി. ഈ അസംഷൻ എവിടെ നിന്ന് കിട്ടിയതാണ്? അഥവാ ഈ ഇതിനെ വിളിക്കുന്നതാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. ഈ ഹൈപ്പോത്തിസ് എവിടെ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയത്? ടെൻഡേറ്റീവ് ഹൈപ്പോത്തിസ് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? ടെൻഡേറ്റീവ് അസംഷൻ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ വെറുതെ ഒരു ഗസ് അല്ല. അതെന്താണ്? ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് ആണ്. അതായത് ലിറ്ററേച്ചറിൽ നിന്നുണ്ടാവുന്ന ഒരു ഗസ് വർക്കാണ് അസംഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതല്ലാതെ എൻ്റെ മനസ്സിൽ തോന്നിയ വെറും തോന്നലല്ല എന്ത് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? എന്താണ് ഇപ്പൊ പറഞ്ഞ ഹൈപ്പോത്തിസിന്റെ നേരെ വിപരീതം. എന്തായിരിക്കും അത്? ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഓൺ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് അമംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലിനും ഫീമെയിലിന്റെ ഇടയിൽ അങ്ങനെ സ്ട്രാറ്റജിക്കലി സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഒന്നുമില്ല. മെയിൽ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഫീമെയിലും ചിന്തിക്കുന്നത്. ഏത് കാര്യത്തിൽ? സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിൽ. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്. എനിക്ക് ഏതിനെ റിജക്ട് ചെയ്യണേ? നള്ളിനെ റിജക്ട് ചെയ്യണം. നള്ളിനെ റിജക്ട് ചെയ്താലാണ് ഓൾട്ടർനേറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് എന്താണോ തിയറി ആ തിയറിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർബന്ധപൂർവ്വം നള്ളിനെ റിജക്ട് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നള്ളിനെ റിജക്ട് ചെയ്തില്ല, നള്ളിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഏതിനെ റിജക്ട് ചെയ്യേണ്ടി വരും? എൻ്റെ റിസർച്ച് ഹൈപ്പോത്തിസിനെ റിജക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ റിസർച്ച് ഹൈപ്പോത്തിസിസ്, എൻ്റെ അസംഷൻ എന്തിന് വിപരീതമായി അതിനെ റിജക്ട് ചെയ്യുമ്പോൾ തിയറിക്ക് വിപരീതമായിട്ടുള്ള ഉത്തരമായിരിക്കും എനിക്ക് കിട്ടുന്നത് എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ധൈര്യസമേതം എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആൻഡ് റിസർച്ച് ഹൈപ്പോത്തിസിലേക്ക് നമുക്ക് നോക്കാം. സോ ഇൻ ദ അക്കാഡമിക് ഡൊമൈൻ ഇറ്റ് ഈസ് വെരി ഓഫൻ ഡിനോട്ടഡ് ആസ് H1. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? റിസർച്ച് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യുന്നത് H1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ട് അസംഷൻ ഉണ്ടെങ്കിൽ H2, H3, H4 എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, the significance of this kind of to identify the expected outcome of your research procedure. For example, ജോർജ് കുട്ടി, മോഹൻലാൽ ആൻഡ് പോലീസ്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട് അല്ലെ. ആ ഫിലിമിലെ ഒരു ഇൻസിഡന്റ് ആണ് ജോർജ് കുട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ച ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി. അദ്ദേഹം പോലീസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണ് ഇഷ്യൂ? നമുക്കറിയാം, ജോർജ് കുട്ടി വരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തിരോധാനം ചെയ്തു എന്നുള്ള രീതിയിലാണ്. അതായത് അതിന്റെ വരുണിന്റെ മരണത്തിന് പിന്നിൽ ആരാണ്? ജോർജ് കുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ
പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സോ പോലീസ് ദ റിസർച്ചർ ഒബ്സർവ്ഡ് ദാറ്റ് ജോർജ് കുട്ടി വാസ് ഫൗണ്ട് ഗിൽറ്റി ബേസ്ഡ് ഓൺ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. അതായത് സാഹചര്യ തെളിവുകൾ പ്രകാരം ജോർജ് കുട്ടി ആ മഞ്ഞ വാഹനം ഓടിച്ചതായിട്ട്, വരുണിന്റെ വാഹനം അതായത് ഓടിക്കുന്നതായിട്ട് ഒരാൾ തെളിവ് കണ്ടു. അപ്പൊ സാഹചര്യ തെളിവാണ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ്, അതല്ലാതെ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളത്, സ്ഥാപിതമായിട്ടുള്ള തെളിവായിട്ടില്ല. സോ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥര് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ തെളിവുകളുടെ സർക്കംസ്റ്റാൻഷ്യൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മോഹൻലാലാണ് എന്ത് പ്രതിയാവാൻ ചാൻസ് കൂടുതൽ. സോ അവിടെ അസംഷൻ എന്ത് എഴുതണത്? H1 ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി. അപ്പൊ ജോർജ് കുട്ടി ഗിൽറ്റി ആണ്, തെറ്റുകാരനാണ് എന്നുള്ളത് വെറുതെ അസംഷൻ എഴുതിയതാണോ? അല്ല, തിയറട്ടിക്കൽ എവിഡൻസ് ഉണ്ട്. അതായത് ഈ പ്രതി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മരണപ്പെട്ട വ്യക്തിയുടെ വാഹനം ഓടിക്കുന്നതായിട്ട് കണ്ടതായിട്ട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ അസംഷൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി. ഓക്കെ. സോ ഇവിടെ എന്ത് അസംഷൻ ആയിട്ടുണ്ട്? റിസർച്ച് ഹൈപ്പോസിസ് ആയിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്തു? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ വരുമ്പോൾ അദ്ദേഹം എഴുതുന്ന അസംഷനാണ് ജോർജ് കുട്ടി തെറ്റുകാരനാണ്. അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് നോക്കാം? FIR നോക്കി കഴിയുമ്പോൾ കാണുന്നത് എന്താണ്? ജോർജ് കുട്ടിയൊക്കെ ഇതിന്റെ ലിസ്റ്റിലുണ്ട്. അപ്പൊ ജോർജ് കുട്ടി ആയിരിക്കാം തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അസംഷൻ എഴുതുന്നു, ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി. ഓക്കെ, ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ. ദെൻ നൾ ഹൈപ്പോസിസ്. എന്താണ് നൾ ഹൈപ്പോസിസ്? നൾ ഹൈപ്പോസിസ് ഡിനോട്ടഡ് ആസ് H0. H0 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്, H0. ഓക്കെ. A null hypothesis exists as opposed to an alternative hypothesis. In simple terms, a null hypothesis is used to establish a claim that no relationship exists between the variables defined in the hypothesis. Okay. Example, George Kutti and police. Police researcher observed that George Kutti Mohanlal was found guilty based on the circumstantial evidence. സാഹചര്യ തെളിവ് പ്രകാരം ജോർജ് കുട്ടിയാണ് ഗിൽറ്റി. ഓക്കെ. അപ്പൊ നൾ ഹൈപ്പോസിസ് എന്താ എഴുതാ? ഓൾട്ടർനേറ്റീവ് എഴുതിയത് ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി, ജോർജ് കുട്ടിയാണ് തെറ്റുകാരൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നൾ എന്താ വെക്കേണ്ടത്? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി, ജോർജ് കുട്ടി തെറ്റുകാരനല്ല എന്ന് വെക്കണം. എന്നിട്ട് പോലീസ് എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതിനെ റിജക്ട് ചെയ്യണം. എന്നാലേ അവരുടെ അസംഷൻ ആയിട്ടുള്ള ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്താ ഉള്ളൂ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. പോലീസുകാരുടെ ലക്ഷ്യം എന്താ? ജോർജ് കുട്ടി തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനെ പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതിനെ ഡിസ്പ്രൂവ് ചെയ്യണം? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതിനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ റിജക്ട് ചെയ്ത് കളയണം, ഡിസ്പ്രൂവ് ചെയ്യണം. എന്നാലാണ് ഏതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയേണ്ടത് ഏത് സാഹചര്യത്തിന് എപ്പോഴാണ് ഏത് റൂൾ ഓഫ് തമ്പർ പ്രകാരമാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇതിനെ റിജക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ അതിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്റർപ്രറ്റിംഗ് പി വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ. ഈ പി വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു അസംഷനെ റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ദാറ്റ് ഈസ് പി വാല്യൂ ഈസ് ലെസ് ദാൻ 0.05. അതായത് പി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രോബബിലിറ്റി വാല്യൂ ആണ്. ആ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0.05 ആണെങ്കിൽ, ഈ പ്രോബബിലിറ്റി വാല്യൂ ലെസ് ദാൻ 0.05 എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയോ? 5% എന്നാണ് അർത്ഥം. അപ്പോൾ ലെസ് ദാൻ 0.05 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലെസ് ദാൻ 5% എന്നാണ് അർത്ഥം. മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ 0.03 എന്നാണെങ്കിൽ എന്താ അർത്ഥം? 5% എന്നാണ് അർത്ഥം. 3% എന്നാണ് അർത്ഥം. 0.03 ആണെങ്കിൽ 3%, 0.01 ആണെങ്കിൽ 1%. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ 0.05, 0.03, 0.01 എന്നൊക്കെ പറയുന്ന ഇത്ര പെർസെന്റേജ് വേറെ ഒന്നുമില്ല, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് കിട്ടും. ഓക്കെ. സോ പി വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ ലെസ് ദാൻ 0.05 വന്നാൽ വി ജനറലി കൺസിഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. പി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0.05. പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.05 ആണെങ്കിലോ നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒന്നാമത്തെ ഹൈപ്പോസിസ് ഉള്ള H1 എന്ന് പറയുന്നതാണ് എന്ത്? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതാണ്. H0 നൾ എന്താണ്? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ് എന്ത്? സെക്കൻഡ് ഹൈപ്പോസിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ടെസ്റ്റ് ചെയ്യുന്നത് നള്ളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. നള്ള് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പി വാല്യൂ ലെസ് ദാൻ 0.05 വന്നാൽ, ടെസ്റ്റ് ചെയ്യണത് നള്ളാണല്ലോ ടെസ്റ്റ് ചെയ്യണത്, ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ലെസ് ദാൻ 0.05. ലെസ് ദാൻ 0.05 എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ
0.04 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് 4% മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളത് 4% മാത്രമാണ് അത് സിഗ്നിഫിക്കൻറ്റ്. ബാക്കി 96% ഏതാ സിഗ്നിഫിക്കൻറ്റ്? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതാണ് സിഗ്നിഫിക്കൻറ്റ്. സോ പി വാല്യൂ ഇസ് ലെസ് ദാൻ 0.05 ആണ് വന്നത്, 0.04 ആണ് വന്നത്. ജനറലി കൺസിഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയി? ഇത് 96 വന്നതുകൊണ്ട് ഫസ്റ്റ് അസംഷൻ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയി. ഏത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയില്ല? നള്ള് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയില്ല. അതേസമയം അപ്പൊ നമ്മൾ ഏതിനെ അക്സെപ്റ്റ് ചെയ്യണത്? H1 അക്സെപ്റ്റ് ചെയ്യും, H0 എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അതേസമയം പി വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0.05 ആണ് വന്നതെങ്കിലോ, ഗ്രേറ്റർ ദാൻ 0.05 വന്നതെങ്കിൽ ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളത് ഫോർ എക്സാമ്പിൾ 0.06 വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6%. അപ്പൊ ഇവിടെ എത്ര ശതമാനം വരും? 94% വരും. ഓക്കെ, അങ്ങനെയാണെങ്കിലോ ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളത് 6%, മറ്റേത് എത്രയാണ്? 94%. സോ ഇയർ പി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0.05. പി വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 0.05 ആണ്. സോ നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആവില്ല? ഈ പറഞ്ഞ ജോർജ് കുട്ടി ഗിൽറ്റി ആണെന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആവില്ല. അങ്ങനെ വരുമ്പോൾ പോലീസ് എന്ത് ചെയ്യേണ്ടി വരും? ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതിൽ നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മിനിമം നമ്മളുടെ റിസർച്ച് ഹൈപ്പോത്തിസിസ് 95 95 മേളിലോ എങ്കിലും എന്ത് ചെയ്യണം? നിൽക്കണം. 95 താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് പോവും? നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതാണ് അതിന്റെ റൂൾ ഓഫ് തമ്പ്. പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 0.05 നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ റിസർച്ച് ഹൈപ്പോസിസ്. റിസർച്ച് ഹൈപ്പോസിസുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡിഫറെന്റ് സിറ്റുവേഷൻ, സോഷ്യൽ സയൻസ് ഉണ്ട്, മെഡിക്കൽ സയൻസ് ഉണ്ട്. നമ്മൾ സോഷ്യൽ സയൻസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 90% 95% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുന്നത്. അതേസമയം മെഡിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ 99% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1000 സാമ്പിൾസ് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? കോവിഡിന്റെ ഒരു വാക്സിൻ 1000 സാമ്പിൾസിലേക്ക് പരീക്ഷിച്ചു. 1000 ആളുകൾക്ക് പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ 3 പേര് എന്ത് ചെയ്തു? മരണപ്പെട്ടു. 3 ഡെത്ത്സ്, 3 മരണങ്ങൾ സംഭവിച്ചു. 3 മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസംഷൻ എന്താ? H1 എന്താ? നമ്മളൊരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ അസംഷൻ എന്താ? വാക്സിൻ ഈസ് എഫക്റ്റീവ് ആണ്, അത് പക്കയാണ്, എഫക്റ്റീവ് ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. നൾ എന്തായിരിക്കും? വാക്സിൻ ഈസ് നോട്ട് എഫക്റ്റീവ്. വാക്സിൻ എന്തല്ല? അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ അല്ല എന്നുള്ളതാണ് നള്ള്. ഓക്കെ, നമുക്ക് ഏതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഓൾട്ടർനേറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യണം. വാക്സിൻ എഫക്റ്റീവ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ 1000 പേരിൽ പരീക്ഷിച്ചു. 1000 പേരിൽ പരീക്ഷിച്ചപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 997 പേര് ജീവിക്കുകയും 3 പേര് മാത്രം മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി വാല്യൂ, അതായത് നമ്മളെ സംബന്ധിച്ച് 3 പേര് മരണപ്പെട്ടു. അപ്പോൾ 1000 പേരിൽ 3 പേര് മരണപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 0.03% ആണ് എന്നതിന്റെ പി വാല്യൂ വന്നത്. 0.03 പി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.03 പി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? 0.3% ആളുകൾ എന്ത് മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ 0.3% ആളുകൾ മരണപ്പെടുകയും 99% ആളുകൾ ജീവിക്കുകയും ചെയ്തു. 99.7%. ഓക്കെ, അപ്പൊ മെഡിക്കൽ സയൻസിൽ നമ്മുടെ റൂൾ ഓഫ് തമ്പ് എന്താണ്? 99% ഇത് വിജയിക്കുകയും 1% വിജയിക്കാതിരിക്കുകയും വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് നോക്കി, 1% താഴെയാണ്, 0.3% ആണ്. സോ വാക്സിൻ ഈസ് നോട്ട് എഫക്റ്റീവ് എന്നുള്ളത് 0.3%, വാക്സിൻ ഈസ് എഫക്റ്റീവ് എന്നുള്ളത് 99.7% നമുക്ക് കിട്ടിയത്. സോ നമ്മുടെ പി വാല്യൂ എത്രയാണ്? 0.003 ആണ് നമുക്ക് കിട്ടിയത്, അല്ലെ? 0.003 കിട്ടിയതുകൊണ്ടാണ് എന്ത് 0.3% വന്നത്. ഓക്കെ, അപ്പൊ 0.3% ആണ് നമുക്ക് കിട്ടിയത്. സോ അങ്ങനെ വരുമ്പോൾ ലെസ് ദാൻ 0.01 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നള്ളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. സോ അക്സെപ്റ്റ് ദ റിസർച്ച് ഹൈപ്പോസിസ്. നമ്മൾ ഏതിനെ അക്സെപ്റ്റ് ചെയ്തു? റിസർച്ച് ഹൈപ്പോസിസിനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മെഡിക്കൽ സയൻസിലാണെങ്കിൽ അതിനെന്താണ്? പി വാല്യൂ എന്തിനു വരണം? ലെസ് ദാൻ 0.01 വരണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. 99% മേളിൽ സക്സസ് റേറ്റ് വരണം. അതേസമയം സോഷ്യൽ സയൻസിലാണെങ്കിലോ 95 ആണ്. ഓക്കെ, ഇനി അതേസമയം ഇതേ സാമ്പിൾസ് 1000 പേരിൽ എന്ത് ചെയ്തു? പരീക്ഷിച്ചു നോക്കി.
അത് പരീക്ഷിച്ചപ്പോൾ 25 പേര് മരണപ്പെട്ടു. അപ്പൊ 25 പേര് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 2.5% ആളുകൾ മരണപ്പെട്ടു, 97.5% ആളുകൾ എന്ത് ചെയ്തു? ജീവിച്ചു. ഓക്കെ, അപ്പൊ ഈ മരുന്ന് നല്ലതാണോ? ഇപ്പൊ ഇവിടത്തെ കേസിൽ വലിയ കുഴപ്പമില്ല. ഒരു 0.3%, ഒരു 1000 പേരിൽ 3 മരണങ്ങളേ ഉള്ളൂ. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചേക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാക്സിൻ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതേസമയം ഈ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ 2.5% ആളുകൾ മരിക്കുകയാണ്. 1000 പേരിലേക്ക് നോക്കുമ്പോൾ 25 മരണങ്ങൾ ഉണ്ടെങ്കിൽ 10,000 പേരാണെങ്കിൽ ഒരു 250 മരണം വരും. അപ്പൊ അതൊരു വലിയൊരു കൗണ്ടാണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ മരുന്ന് നല്ലതാണോ? അല്ല. സോ അവിടെ നോക്കി, ഇവിടെ നമുക്ക് 2.5% കിട്ടിയത്. 2.5% വെച്ചാൽ പി വാല്യൂ ഈസ് 0.02. അപ്പൊ പി വാല്യൂ 0.025 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 0.051 ആണോ? അല്ല, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.01. ഗ്രേറ്റർ ദാൻ 0.01 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നള്ളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ലെസ് ദാൻ 0.01 വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നള്ളിനെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോഷ്യൽ സയൻസിലാണെങ്കിൽ ലെസ് ദാൻ 0.05 വരണം എന്നുള്ളതാണ്. അതാണ് സോഷ്യൽ സയൻസിലെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. സോ ഇത് എഫക്റ്റീവ് ആണ്, മരുന്ന് എഫക്റ്റീവ് ആണ്? അല്ല. 10,000 പേരിലേക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 250 പേര് മരിക്കും. ഓക്കെ, 1,00,000 ആളുകളിലേക്ക് കൊടുത്ത് 2,500 പേര് മരിക്കും. സോ ഈ മരുന്ന് എന്തല്ല? എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൽ 99% സിഗ്നിഫിക്കൻസ് ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ. അക്സെപ്ഷൻ ആൻഡ് റിജക്ഷൻ എങ്ങനെയാണ്? പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഇത് സോഷ്യൽ സയൻസിലാണ്. ഇൻഡിക്കേറ്റ് സ്ട്രോങ് എവിഡൻസ് അഗൈൻസ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിനെതിരെയുള്ള ഒരു അസംഷനെ കിട്ടുക. കാരണം പി വാല്യൂ 0.05 താഴെയാന്ന് വെച്ചാൽ എന്താ? 0.04 0.03 ആണ്. അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എത്രയായാലും നിൽക്കുകയാണ്? ഒരു 96 97 നിൽക്കുകയാണ്. അതാണ് നമുക്ക് വേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നൾ ഹൈപ്പോത്തസിസ് നമുക്ക് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോർട്ട് ദ റിസർച്ച് ഹൈപ്പോത്തസിസ്. റിസർച്ച് ഹൈപ്പോത്തസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേസമയം പി വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0.05 ആണെങ്കിലോ ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നമുക്ക് നൾ ഹൈപ്പോത്തസിനെ എന്ത് ചെയ്യാൻ സാധിച്ചില്ല? റിജക്ട് ചെയ്യുന്നതിൽ നമ്മൾ ഫെയിൽ ആയി പോയി എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? നൾ ഹൈപ്പോത്തസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നു. H0നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നു. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻസഫിഷ്യന്റ് എവിഡൻസ് അഗൈൻസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിനെ നമുക്ക് എന്താണ് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റ് ഇൻസഫിഷ്യന്റ് എവിഡൻസ്. നൾ ഹൈപ്പോത്തസിസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അതിന് നമുക്ക് എതിർക്കാനായിട്ട് സാധിച്ചില്ല, അതിനെ റിജക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. സോ ഡസ് നോട്ട് സപ്പോർട്ട് റിസർച്ച് ഹൈപ്പോത്തസിസ്. അങ്ങനെയാണെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നള്ളിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫെയിൽ ടു റിജക്ട് നൾ എന്ന് വെച്ചാൽ എന്താണ്? അക്സെപ്റ്റഡ് ദ നൾ എന്നാണ്. നള്ളിനെ അക്സെപ്റ്റ് ചെയ്താൽ ഏതിനെ റിജക്ട് ചെയ്യണം? ഓൾട്ടർനേറ്റീവിനെ റിജക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫെയിൽ ടു റിജക്ട് നള്ളാണെങ്കിൽ ഏതിനെ റിജക്ട് ചെയ്യേണ്ടി വരും? ഓൾട്ടർനേറ്റീവിനെ റിജക്ട്. ഫെയിൽ ടു റിജക്ട് എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഏതിന് ഓപ്പോസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിജക്ട് ചെയ്യേണ്ടത് തന്നെ വരും. സോ ഇതാണ് അക്സെപ്ഷൻ ആൻഡ് റിജക്ഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ ആഫ്റ്റർ ദ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ ആ സിനിമയുടെ കേസിലേക്ക് വരണയാണെങ്കിൽ ഇതാണ് 2 അസംഷൻസ്. ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി ആൻഡ് ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി. ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇഫ് H0 ഈസ് കറക്റ്റ്, സിനിമയുടെ ആദ്യം ഫസ്റ്റ് 1ാം പാർട്ടിന് 2ാം പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അതിലെന്താ ചെയ്തത്? ഇഫ് H0 ഈസ് കറക്റ്റ്, H0 കറക്റ്റായി. അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നത്. ഓർ ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. അവർക്ക് നൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുന്നുണ്ടെന്നു? ഫെയിൽ ടു റിജക്ട് ചെയ്യാനായിരുന്ന കാര്യത്തിൽ ഫെയിൽ ആയി പോയി. ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തസിസിനെ അവർ അക്സെപ്റ്റ് ചെയ്തു. ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതിനെ കോടതി അംഗീകരിച്ചു. ഓക്കെ, ഏതിനെ റിജക്ട് ചെയ്തു? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളതിനെ റിജക്ട് ചെയ്ത് ജോർജ് കുട്ടീനെ വെറുതെ വിട്ടു. ദർ ഇസ് നോ സോളിഡ് എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി. ജോർജ് കുട്ടി ഈസ് നോട്ട് ഗിൽറ്റി, സോ റിജക്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇഫ് H0 ഇസ് നോട്ട് കറക്റ്റ്, അതേസമയം സിനിമയുടെ ഒരു 3ാം ഭാഗമോ 4ാം ഭാഗമോ വരാണ്. ആ സമയത്ത് ഇഫ് H0 ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളത് ദാറ്റ് ഈസ് റിജക്ട് നൾ. നള്ളിനെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? റിജക്ട് ചെയ്തേക്കാം. തക്കതായിട്ടുള്ള തെളിവ് പോലീസ് കൊണ്ടുവന്നാൽ നള്ളിനെ റിജക്ട് ചെയ്യും. ഏതിനെ അക്സെപ്റ്റ് ചെയ്യും? ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ളത് കോടതി അംഗീകരിക്കും. സോ ദർ ഇസ് സോളിഡ് എവിഡൻസ് ടു പ്രൂവ് ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി. ജോർജ് കുട്ടി തെറ്റുകാരനെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജോർജ് കുട്ടി ഈസ് ഗിൽറ്റി എന്നുള്ള ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിനെ അക്സെപ്റ്റ് ചെയ്യും. ഏതിനെ റിജക്ട് ചെയ്യും? നള്ളിനെ റിജക്ട് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ ഒരു പ്രോബബിലിറ്റി വാല്യൂ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നൾ ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ എന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്നും എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്നുള്ള കാര്യത്തെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ
നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ സെഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ചെറിയൊരു കാര്യത്തെപ്പറ്റി മാത്രമാണ് നമ്മൾ ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ UGC നെറ്റിൻ്റെ ഒരു പുതിയ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ട് എന്താ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്, അതായത് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ചെറിയ ദൈർഘ്യമുള്ള ചെറിയ ക്ലാസ്സുകളാണ്. അത് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. മൊറോവർ ഇറ്റ്സ് ഡൗട്ട് ക്ലിയറിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ PPT പ്രസന്റേഷൻ ലൈവായിട്ട് ഇത് കൂടാതെ റെക്കോർഡർ കൂടാതെ PDF നോട്ട്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത MCQൻ്റെ ആൻസറിലേക്ക് നമ്മൾ നോക്കുകയാണ്. എ ഹൈപ്പോത്തിസിസ്. എന്താണ് ഹൈപ്പോത്തിസിസ്? എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡിങ് ആൻ എക്സ്പ്ലനേഷൻ. ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാതെ സർട്ടൻ എസ്റ്റാബ്ലിഷ്ഡ് ഫൈൻഡിങ്സോ അല്ലെങ്കിൽ എന്താണ് എ പാർട്ട് ഓഫ് ദ റിസർച്ച് ക്വസ്റ്റൻ സ്ട്രാറ്റജി ഓഫ് ഇവാലുവേറ്റിംഗ് ഡാറ്റ അല്ല, ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിസർച്ച് ഫെയിൽസ് ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്നതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഏതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നാ? നള്ളിനെ അക്സെപ്റ്റ് ചെയ്തു എന്നാ, അല്ലേ? അപ്പൊ നള്ളിനെ അക്സെപ്റ്റ് ചെയ്ത് ഏതിനെ റിജക്ട് ചെയ്യണം? ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തിസിനെ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. സോ റിജക്റ്റിംഗ് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ്, അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ആരെങ്കിലും നമ്മളുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. സോ എക്സാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.